ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ടിന്യൂവേഷൻ ആണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ DI ഡിസ്കസ് ചെയ്തായിരുന്നു, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. ഇനി ആറാമത്തെ ചോദ്യം എന്താ? മാത്തമാറ്റിക്സ് ആണ്. നമ്മൾ പറഞ്ഞു മാത്സ് എല്ലാം അവസാനം ചെയ്യുന്നതാണ് കുറച്ചുകൂടെ അഭികാമ്യം. അത്ര കോൺഫിഡൻ്റ് ആയിട്ടുള്ളവർക്ക് ഓർഡറിൽ ചെയ്തു പോവാം. അപ്പം പരീക്ഷാ സമയത്ത് മാത്സും DIയും അവസാനം ചെയ്യുന്നതാണ് അഭികാമ്യം എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം മോഹൻ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 7 days. ഈ വർക്ക് ടൈം റിലേഷൻ, അതായത് ഒരാൾ ഇത്ര വർക്ക് ഇത്ര ദിവസം കൊണ്ട് ചെയ്തു, മറ്റേ ആൾ ഇത്ര വർക്ക് ഇത്ര ദിവസം കൊണ്ട് ചെയ്തു, ഇവർ രണ്ടുപേരും കൂടെ ചെയ്തു കഴിഞ്ഞാൽ എത്ര ദിവസം എടുക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഇപ്പം കാണാറുണ്ട്. കൂടുതലും അങ്ങനത്തെ ഒരു ചോദ്യങ്ങളൊക്കെ 1-2 എണ്ണമെങ്കിലും കാണാറുണ്ട്. അപ്പോൾ അതിന് കുറച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്. മോഹൻ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 7 days. Working 9 hours a day, and Shyam can do the same work in 6 days, working 7 hours a day. How long will they take to complete the job working together and 8 2/hours a day? അപ്പോൾ ചോദ്യം എന്താ? മോഹൻ 7 ദിവസം കൊണ്ട് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യും. 7 ദിവസവും 9 മണിക്കൂർ വെച്ചിട്ട് മോഹൻ ജോലി ചെയ്യും. ശ്യാം ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 6 days. ശ്യാം 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, 7 അവർ വർക്ക് ചെയ്തുകൊണ്ട്. മോഹൻ ഒരു ജോലി 7 ദിവസം കൊണ്ട് 9 മണിക്കൂർ ജോലി ചെയ്തുകൊണ്ട്, ഓരോ ദിവസവും 7 ദിവസവും 9 മണിക്കൂർ ജോലി ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അതേ ജോലി ശ്യാം 6 ദിവസം 7 മണിക്കൂർ ജോലി ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഹൗ ലോങ് വിൽ ദേ ടേക്ക് ടു കംപ്ലീറ്റ് ദ ജോബ് വർക്കിംഗ് ടുഗദർ ആൻഡ് 8 2/hours a day. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 8 2/5 അവർ വർക്ക് ചെയ്തുകൊണ്ട് എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദ്യം. അപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ? നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? നമുക്കറിയാം വർക്ക് കണ്ടുപിടിക്കണം. ഇതിൽ നിന്ന് വർക്ക് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ എന്താണ്? എഫിഷ്യൻസി ഇൻറ്റു ടൈം. വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ് വർക്ക്. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എഫിഷ്യൻസി ഇൻറ്റു ടൈം. നമുക്ക് ടൈം അറിയാം. 7 days 9 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 into 9 ആണ്. 6 days 7 hours, 6 into 7 ആണ് മൊത്തം ടൈം എന്ന് പറയുന്നത്. പക്ഷേ എഫിഷ്യൻസി അറിയില്ല, അതിൻ്റെ കഴിവ് നമുക്കറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ്? വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്ന്. ഇല്ല എങ്കിൽ വർക്ക് എന്ന് പറയുന്നത് സമയങ്ങളുടെ LCM ആണ്. തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM ആണ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മോഹൻ എത്ര സമയം ജോലി ചെയ്തു? 7 into 9. 7 ദിവസം 9 മണിക്കൂർ വെച്ച് പണിയെടുത്ത് 63 മണിക്കൂർ ജോലി ചെയ്തു. ശ്യാം എത്ര മണിക്കൂർ ജോലി ചെയ്തു? 6 ദിവസം 7 മണിക്കൂർ വെച്ച് ജോലി ചെയ്തു. അപ്പം 42 മണിക്കൂർ ജോലി ചെയ്തു. അപ്പം 2 സമയങ്ങളും കിട്ടി. മോഹൻ ചെയ്ത സമയം കിട്ടി, ശ്യാം ചെയ്ത സമയവും കിട്ടി. ഇതിൻ്റെ LCM ആണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ടോട്ടൽ വർക്ക് 63ൻ്റെയും 42ൻ്റെയും LCM എങ്ങനെ കാണും? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എങ്ങനെ കാണും? സാധാരണ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാ? ഇങ്ങനെ ചെയ്യും. 63 42 3 കൊണ്ട് ചെയ്യും. പിന്നെ 21 പിന്നെ 23 കൊണ്ട് ചെയ്യുമ്പം എത്രയാ? 1 4. പിന്നെയും ചെയ്യാമല്ലോ. 7 കൊണ്ട് ചെയ്യുമ്പം 3 2. ഇതെല്ലാം കൂടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും? 3 3 9, 9 3
9 7 63, 63 2 126. അതല്ലെങ്കിൽ നമുക്കറിയാം വലിയ സംഖ്യയാണ് LCM കാണാനായിട്ട് നമ്മൾ എടുക്കുന്നത്. രണ്ട് സംഖ്യകളുടെ LCM കാണണമെങ്കിൽ അതിനകത്ത് വലിയ സംഖ്യ നോക്കുക. 63 നോക്കുക. 63-ല് 42-ന്റെ മൾട്ടിപ്പിൾ വരുമോ? 63-ല് ഇല്ല. പിന്നെ 63-ന്റെ അടുത്ത സംഖ്യ നോക്കുക. 63-ന്റെ 2, 63-ന്റെ അടുത്ത സംഖ്യ 63-ന്റെ 2 126. 126-ല് 42-ന്റെ മൾട്ടിപ്പിൾ ആണോ 126? ആണോ? ആണ്. അപ്പം 126 ആണ് ടോട്ടൽ വർക്ക്. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 126. തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM ആണ് ടോട്ടൽ വർക്ക്, അല്ലെങ്കിൽ എഫിഷ്യൻസി ഇൻറ്റു ടൈം. എഫിഷ്യൻസി നമുക്ക് അറിയാൻ പാടില്ലാത്ത കാരണം തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM 63 126 ആവാനായിട്ട് എത്രയാണ് 2 ആണ് എഫിഷ്യൻസി വരിക. 42 126 ആവാനായിട്ട് 3 ആണ് എഫിഷ്യൻസി വരിക, അല്ലേ? അപ്പം എഫിഷ്യൻസി നമുക്ക് കിട്ടി 2ഉം 3ഉം. മോഹന്റെ എഫിഷ്യൻസി 2, ശ്യാമിന്റെ എഫിഷ്യൻസി 3. ശ്യാമിനാണ് എഫിഷ്യൻസി കൂടുതൽ, കാരണം ശ്യാം 6 ദിവസം കൊണ്ട് ചെയ്തു തീർത്തു, മോഹൻ 7 ദിവസം കൊണ്ടാണ് ചെയ്തു തീർത്തത്. അപ്പം നമുക്ക് വർക്ക് കിട്ടി, എഫിഷ്യൻസിയും കിട്ടി. ഇനി ടൈം അറിയണം. ടൈം എത്ര ഇവർ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമെന്നറിയണം. നമുക്ക് 126 മണിക്കൂർ ആണ് വർക്ക് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. ഇവരുടെ എഫിഷ്യൻസി 2ഉം 5ഉം ആണെന്നറിയാം. നമുക്കറിയാം ടൈം ഈസ് ഈക്വൽ ടു, ഇതിൽ നിന്ന് എങ്ങനെ കാണാം? വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി. വർക്ക് എന്ന് പറയുന്നത് എത്രയാ? 126. എഫിഷ്യൻസി എത്രയാ? രണ്ടുപേരും കൂടെ ചെയ്യുമ്പോഴുള്ള ടൈമാണ് നമുക്ക് കാണേണ്ടത്. രണ്ടുപേരുടെ എഫിഷ്യൻസി വേണം. 2 മോഹന്റെ, ശ്യാമിന്റെ 3. അപ്പൊ രണ്ടുപേരുടെയും കൂടെ എഫിഷ്യൻസി ആവുമ്പം 5. എത്ര കിട്ടും? 12-ൽ 5 2 വട്ടം, ബാക്കി റിമൈൻഡർ 2 6. 26-ൽ 5 5 വട്ടം, ബാക്കി റിമൈൻഡർ 1. 0 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പോയിന്റ് വരും. 10-ൽ എത്ര വട്ടം? 2 5 2 വട്ടം. അപ്പം 25.2 അവർ ആണ് ടൈം. 25.2 മണിക്കൂർ എടുക്കും. 25.2 മണിക്കൂർ 25.2 മണിക്കൂറാണ് അവരെടുക്കുന്നത്. ഇനി എന്താ കാണണ്ടേ? പക്ഷെ അവര് 25.2 മണിക്കൂർ ഒറ്റ ദിവസം തുടർച്ചയായിട്ടാണോ ചെയ്യുന്നത്? അല്ല. 8 2/5 hours എ ഡേ ആണ് ചെയ്യുന്നത്. 25.2 മണിക്കൂറാണ് അവർക്ക് രണ്ടുപേർക്കും കൂടെ വേണ്ട ജോലി. അവർക്ക് രണ്ടുപേരും കൂടെ ചെയ്താൽ തീരുന്ന ജോലി 25.2 മണിക്കൂർ കൊണ്ട് തീരും. 8 2/5 hours ഒരു ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദ്യം. അപ്പം 8 2/5 hours എന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷനിലാണ് തന്നിരിക്കുന്നത്. 2/5 നമുക്ക് ഡെസിമലിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 2/5 നമുക്ക് പറഞ്ഞാൽ തന്നെ അറിയാം 0.4 ആണെന്ന്. എന്താ കാരണം? 2-നെ 5 വെച്ച് ഡിവൈഡ് ചെയ്തേ, 0 ഇട്ട് കൊടുത്തു, പോയിന്റ് ഇട്ട് കൊടുത്തു, 4 20 0 0.4 ആണ്. അപ്പം 8.4 എന്ന് നമുക്ക് എഴുതാം. 8 2/5-നെ 25.2-നെ 8.4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ഈ ജോലി തീരുമെന്ന് മനസ്സിലാവൂലേ? രണ്ടുപേരും കൂടെ ആ ജോലി ചെയ്ത് തീർക്കാനായിട്ട് 126 ജോലിയാണ് ഉണ്ടായിരുന്നത്. 126 ജോലി ചെയ്ത് തീർക്കാനായിട്ട് 25.2 മണിക്കൂർ എടുക്കുമെന്ന് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടെത്തി. ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി കണ്ടപ്പോൾ. പക്ഷെ 25.2 മണിക്കൂർ എടുക്കും. എത്ര ദിവസം കൊണ്ട് ഈ രണ്ടുപേരും കൂടെ ജോലി ചെയ്യുന്ന ചോദ്യം. അതിനകത്ത് പ്രൊവൈഡഡ് പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം അവര് 8 2/5 അവരെ വർക്ക് ചെയ്യുള്ളൂ, അതിൽ കൂടുതൽ വർക്ക് ചെയ്യില്ല. അല്ലെ വേണേ പറയാം 25.2 മണിക്കൂർ എത്ര ദിവസം കൊണ്ട് അവർ വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ 24 മണിക്കൂറുണ്ട്, പിന്നെ 1 മണിക്കൂറും കൂടെ പോരെ, ഒരു മണിക്കൂറും ഒരു ദിവസം 1 മണിക്കൂറും കൂടെ മതി എന്ന് വേണേ ചോദ്യത്തിൽ ഉത്തരം എഴുതാൻ വേണം. പക്ഷെ അത് പറ്റില്ല. പ്രൊവൈഡഡ് അവർ ഒരു ദിവസം
8.2/5 മണിക്കൂറേ വർക്ക് ചെയ്യുള്ളൂ. അപ്പം 25.2/8.4 എന്ന് വരും അല്ലേ? അപ്പം എത്ര ദിവസം കിട്ടും? പോയിന്റ് കളയാനായിട്ട് നമ്മൾ എന്താ സാധാരണ ചെയ്യുക? 10 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം എന്താവും? 252/84 ആവും. നമുക്കറിയാം 84 × 3 ആണ് 252 എന്ന്. അല്ലെ വെട്ടിക്കളഞ്ഞ് ചെയ്യാം, അങ്ങനെ പെട്ടെന്ന് തോന്നില്ല. കാരണം 80 × 2 എന്ന് പറയുന്നത് 160 ആണ്. 80 × 3 എന്ന് പറയുന്നത് 240 ആണ്. 240. 4 × 3 എന്ന് പറയുന്നത് 12 ആണ്. 240 + 12 252 ആയി. അപ്പം 84 × 3 ആണ് 252. അപ്പൊ എത്ര ദിവസം എടുക്കും? 3 days എടുക്കും. മൂന്ന് ദിവസമാണ് ഉത്തരം. 3 days. ഇത് കുറേ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ടൈപ്പ് നമ്മൾ ക്ലാസ് ചെയ്യിപ്പിച്ചത് ഒരുപാട് വട്ടം പ്രാക്ടീസ് ചെയ്തവരാണെങ്കിൽ ഇത്ര നേരമൊന്നും എടുക്കൂല. 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചോദ്യത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഒരുപാട്. അല്ലാതെ ഇതിപ്പോൾ കണ്ടു, ഇതിപ്പോൾ നമ്മൾ ബോർഡിൽ എഴുതി ചെയ്യുന്നത് കണ്ടു, കൊള്ളാം, ഉത്തരം കിട്ടി, സെറ്റ്, ഓക്കെ, പോയേക്കാം എന്ന് പറഞ്ഞ് പോയിട്ട് അടുത്ത ദിവസം വന്നിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പിച്ചോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? നിങ്ങൾ ചെയ്തല്ല പഠിക്കുന്നതെങ്കിൽ, മാത്സ് നിങ്ങൾ ചെയ്തല്ല പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസം ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണോ പിന്നെ പരീക്ഷയ്ക്ക് പോയിട്ട് ചെയ്യാൻ പറ്റുന്നത്? അടുത്ത ദിവസം വീട്ടിലും ചെയ്യാൻ പറ്റണമെന്നില്ല ചിലപ്പോൾ. അപ്പം എഴുതി ചെയ്യുക, എഴുതി പഠിക്കുക. മാത്സ് എല്ലാ സബ്ജക്റ്റും പോലെ അല്ല, നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമ്മുടെ മനസ്സിലിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ആദ്യത്തെ സ്റ്റെപ്പ് ചിലപ്പോൾ നമ്മൾ എഴുതും 7 × 9 63, 6 × 7 42. ഇനി എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല. കാരണം എന്താ? നമ്മൾ ചെയ്ത് പഠിച്ചിട്ടില്ല, നമ്മൾ കണ്ടു പഠിച്ചതേ ഉള്ളൂ. മാത്സ് കണ്ടുപഠിച്ച് ഇന്ന് വരെ ആരും നല്ല മാർക്ക് മേടിച്ചിട്ടില്ല. മാത്സ് ചെയ്തു പഠിച്ചിട്ട് ഒരുപാട് പേര് മാത്സ് പഠിക്കാനുള്ളൊരു വഴി പറഞ്ഞിട്ടുമുണ്ട്. ചെയ്തു പഠിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം മാത്സ് എന്നുള്ളത് കാര്യം മനസ്സിലാക്കുക. അതിനെ ഇഷ്ടപ്പെടുക, അതൊരു തലപോകുന്ന കാര്യമൊന്നുമല്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യമായിരുന്നു. മാത്സ് അല്ലാത്തൊരു ചോദ്യം വരുന്നത് ആ സെറ്റിൽ. Which of the following are true about moderator used in nuclear reactors? ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ ചോദ്യത്തിൻ്റെ ഒരു ഏരിയ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. 2-3 സൈക്കിളുകളായിട്ട്, 3-4 സൈക്കിളുകളായിട്ട് എന്ന് വേണേൽ പറയാം. ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഈ ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്യുമെന്നല്ല പറയുന്നത്. ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ പറ്റി അറിയേണ്ട ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്താണ്? ന്യൂക്ലിയർ എനർജി എന്താണ്? ന്യൂക്ലിയർ വെപ്പൺസ് എന്താണ്? അപ്പം ഇങ്ങനെ നമ്മൾ പത്രമൊക്കെ വായിക്കാനായിട്ട് പറയുന്നുണ്ട്. പത്രം വായിക്കുന്ന ഒരാളാണെങ്കിൽ, ഡെയിലി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാളാണെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ പ്രാധാന്യം മനസ്സിലാവും. ന്യൂക്ലിയർ വെപ്പൺസിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂക്ലിയർ വെപ്പൺസ് ഒരു രാജ്യത്തിനുണ്ടെങ്കിലുള്ള ദോഷങ്ങളും ഗുണങ്ങളും മനസ്സിലാവും. അപ്പോൾ ന്യൂക്ലിയർ എനർജി എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ രാജ്യങ്ങൾക്കെന്നുള്ള കാര്യങ്ങളും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. NTAയുടെ ഒരു ഫേവറേറ്റ് ഏരിയയാണ്, UGC നെറ്റിൻ്റെ ഒരു ഫേവറേറ്റ് ഏരിയയാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ചോദ്യം പല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്ന് ആദ്യമേ തന്നെ പറയുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് മോഡറേറ്റർ യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ പറ്റി ചോദിച്ചിരിക്കുന്നത്? ശരിക്കും ഫിസിക്സ് ആണ്, പക്കാ ഫിസിക്സ് ആണ് വരുന്നത്. പക്ഷേ നമുക്ക് അതിൻ്റെ ഫുൾ ടെക്നിക്കലി അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും എങ്ങനെയാണ് കാര്യങ്ങളൊന്നും പോകുന്നതെന്നും പഠിക്കേണ്ട. ഏകദേശം ന്യൂക്ലിയർ റിയാക്ടറിൽ ഒരു മോഡറേറ്റർ ഉണ്ടെന്നും മോഡറേറ്റർ കാരണമാണ് അവിടെ ഫിഷൻ നടക്കുന്നതെന്നും മോഡറേറ്റർ കാരണമാണ് അവിടെ ന്യൂട്രോൺസിൻ്റെയൊക്കെ കൺട്രോൾഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ ഒരു ഏകദേശം ഒരു രൂപരേഖ മനസ്സിലാക്കി വെച്ചാൽ മതി. മോഡറേറ്റർ എന്തുകൊണ്ട് നിർമ്മിക്കുന്നു, മോഡറേറ്ററായിട്ട് എന്തിനെയൊക്കെ ഉപയോഗിക്കാം, മോഡറേറ്റർ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതേ ഉള്ളൂ. ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്ന് നമ്മുടെ ഗൂഗിളിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ പറ്റി കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം മിയറായിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞ് അതിൻ്റെ ഉത്തരം പറഞ്ഞ് പോവുകയല്ല വേണ്ടത് എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഈ ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്യില്ല, നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഏരിയ റിപ്പീറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഈ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്.
Which of the following are true about moderator used in nuclear reactors? Moderators slow down neutrons to sustain the chain reaction. Moderators slow down nuclear reactors വളരെയധികം ഫാസ്റ്റ് ആയിട്ടാണ് ന്യൂട്രോൺ എക്സ്ചേഞ്ച് നടക്കുന്നത്, അല്ലെങ്കിൽ ന്യൂട്രോൺസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ സ്ലോ ചെയ്യാനായിട്ട് മോഡറേറ്റർ സഹായിക്കും എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ. മോഡറേറ്റർ സ്റ്റോപ്സ് ദ ന്യൂട്രോൺസ് ടു കൺട്രോൾ ചെയിൻ റിയാക്ഷൻ. മോഡറേറ്റർ ന്യൂട്രോൺസിനെ സ്റ്റോപ്പ് ചെയ്യുമെന്ന്. മോഡറേറ്റർ സ്റ്റോപ്പ് ന്യൂട്രോൺസ് ടു കൺട്രോൾ ചെയിൻ റിയാക്ഷൻ. വിതൗട്ട് എ മോഡറേറ്റർ ചെയിൻ റിയാക്ഷൻ വുഡ് സ്റ്റോപ്പ്. ചെയിൻ റിയാക്ഷൻ സ്റ്റോപ്പ് ആവും മോഡറേറ്റർ ഇല്ലെങ്കിൽ. എക്സാമ്പിൾ ഓഫ് മോഡറേറ്റർ ഈസ് എ ഗ്രാഫൈറ്റ് റോഡ്. ഏതായിരിക്കും ശരി ഉത്തരം? ഓപ്ഷൻസ് എ സി, ബി ഡി, എ സി ഡി, ബി സി ഡി. ഒന്ന് ആലോചിച്ചേ, അല്ലെ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നോക്കിക്കേ. ഓപ്ഷൻസ് എ സി, ബി ഡി, എ സി ഡി, ബി സി ഡി. പോസ് ചെയ്ത് വെച്ചിട്ട് നോക്കിയോ, നോക്കിക്കേ ഏതായിരിക്കും? എ ശരിയാണോ, ബി ശരിയാണോ, സി ശരിയാണോ, ഡി ശരിയാണോ? നോക്കാം. എ സി ഡി ആണ് ഓപ്ഷൻ. എ സി ഡി ആണ് ശരി ഉത്തരം. ഇതാണ് കറക്റ്റ്. മോഡറേറ്റർ സ്ലോ ഡൗൺ ന്യൂട്രോൺസ് ടു സസ്റ്റെയിൻ ചെയിൻ റിയാക്ഷൻ. മോഡറേറ്റർ എന്തിനെ സഹായിക്കും? ചെയിൻ റിയാക്ഷൻ നടക്കാനായിട്ട് ന്യൂട്രോൺസ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂട്രോൺസ് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് മോഡറേറ്റർ സഹായിക്കും. അതുപോലെ മോഡറേറ്റർ ആയിട്ട് മിക്കവാറും ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റിനെ ആയിരിക്കും. ഗ്രാഫൈറ്റ്. അതുപോലെ വിത്തൗട്ട് എ മോഡറേറ്റർ ചെയിൻ റിയാക്ഷൻ വുഡ് സ്റ്റോപ്പ്. ചെയിൻ റിയാക്ഷൻ നടക്കാനായിട്ട് സാധ്യത ഉണ്ടാവില്ല. കാരണം എന്താ? അത് ഫിസിക്സ് ആണ്. അതിനകത്തുള്ള ന്യൂട്രോൺസ് ഒക്കെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ നിന്ന് സ്കിപ്പായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് മോഡറേറ്റർ ഇല്ലെങ്കിൽ. ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺസ് സ്കിപ്പായി പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ഫിസിക്സിൻ്റെ പാർട്ടിലേക്ക് നമുക്ക് പോകണ്ട. എ സി ഡി ആണ് ശരി ഉത്തരം. അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ച് മാത്രം ഇരിക്കരുത്, നിങ്ങളുടേതായൊരു അന്വേഷണാത്മകത കാണിക്കണം ഓരോ ചോദ്യങ്ങൾക്കും. അത് ഏത് ചോദ്യങ്ങൾക്കൊക്കെ കാണിക്കണം. മാത്സിൻ്റെ ചോദ്യങ്ങൾക്ക് അന്വേഷണാത്മകത കാണിക്കണം. അതേ ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്ത് പഠിക്കേണ്ടത്. അതുപോലെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. യൂണിറ്റ് 9 നമുക്ക് അറിയാം. സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാം പഠിക്കേണ്ടി വരും എന്നുള്ള രീതിയിലാണ് ഈ സിലബസ് തന്നിരിക്കുന്നത്. അതിനേക്കാളും നല്ലത് യൂണിറ്റ് 9 എന്ന് എഴുതിയിട്ട് എല്ലാം പഠിക്കണം എന്ന് എഴുതുന്നതായിരുന്നു. കാരണം യൂണിറ്റ് 9ന്റെ സിലബസ് തന്നെ ഒരുവിധം എല്ലാത്തിനെയും കവർ ചെയ്യുന്നുണ്ട്. അപ്പം കോമൺ മോഡറേറ്റേഴ്സ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഇൻക്ലൂഡ് ലൈറ്റ് വാട്ടർ. എന്താ പറയുന്നത്? എന്തൊക്കെയായിട്ട് മോഡറേറ്റേഴ്സ് യൂസ് ചെയ്യും? കോമൺ മോഡറേറ്റേഴ്സ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഇൻക്ലൂഡ് ലൈറ്റ് വാട്ടർ, ഹെവി വാട്ടർ ആൻഡ് ഗ്രാഫൈറ്റ്. ഈ 3 കാര്യങ്ങളാണ് മോഡറേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ഓർത്തു വച്ചേക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഹെവി വാട്ടർ അതുപോലെ ഗ്രാഫൈറ്റും മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യും. അപ്പം ആ പറഞ്ഞ ഓപ്ഷൻ ശരിയായല്ലോ. ഗ്രാഫൈറ്റ് ഒക്കെ ഒരു മെയിൻ യൂസേജ് ആണ് മോഡറേറ്റർ ആയിട്ട്. ദീസ് മെറ്റീരിയൽസ് എന്ത് ചെയ്യും? ഈ മോഡറേറ്ററിന്റെ ഗുണമാണ് അടുത്ത് പറയുന്നത്. ദീസ് മെറ്റീരിയൽസ് സ്ലോ ഡൗൺ ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺസ്. നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ന്യൂട്രോൺസ് ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ത്രൂ കൊളിഷൻസ് which makes them more likely to cause fission in the nuclear fuel and sustain a chain reaction. In the nuclear fuel and sustain a chain reaction. A nuclear chain reaction would stop without a moderator in most common thermal reactors because fast neutrons are not efficient at causing further fission. ആദ്യം ഫിഷൻ നടക്കും. ആ ടേം ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഷൻ നടക്കും. പക്ഷെ പിന്നീട് അടുത്ത ഫിഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺസ് കൊണ്ട് സാധിക്കില്ല. അതിനൊരു മോഡറേറ്ററിന്റെ സഹായത്തോടു കൂടി അതിൻ്റെ മൂവ്മെന്റിനെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ആൻഡ് ദ മോഡറേറ്റർ ഈസ് ക്രൂഷ്യൽ ഫോർ സ്ലോയിങ് ദം ഡൗൺ ടു ദ തെർമൽ സ്പീഡ്സ്. എന്നാൽ മാത്രമേ ഫർദർ ഫിഷൻ നടക്കുകയുള്ളൂ. ഫർദർ ഫിഷൻ നടക്കണമെങ്കിൽ മോഡറേറ്റർ ഉണ്ടായിരിക്കണം. ഇതിനോടൊപ്പം തന്നെ ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് U-235. എന്താണെന്ന് മനസ്സിലായവർ നല്ലത്, എന്താണെന്ന് മനസ്സിലായവർ. ഇപ്പം പറയുമ്പോൾ തന്നെ എന്താണെന്ന് മനസ്സിലാക്കിയവരെന്ന് പറയുമ്പോഴത്തേക്കും അതിനെപ്പറ്റി പഠിച്ചവരും എക്സാമിനെ ഫേസ് ചെയ്തവരുമാണെന്ന് ഉറപ്പാണ്.
എന്താണ് U-235? എന്താ U-235ന്റെ ഇമ്പോർട്ടൻസ്? എന്താണ് U-235? യുറാനിയം 235. യുറാനിയത്തിന്റെ ഒരു ഐസോട്ടോപ്പാണ് യുറാനിയം 235 എന്ന് പറയുന്നത്. യുറാനിയം ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റലാണ്. അത് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഉണ്ടാവും, ഒരു പ്രധാന ഘടകമാണ്. അത് കാരണമാണ് ഫിഷൻ നടക്കുന്നത്. ഫിഷൻ. യുറാനിയം 235 എന്താണെന്ന് നിങ്ങൾ നോക്കണം, അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നിങ്ങൾ നോക്കണം. അതുപോലെ യുറാനിയം വേറൊരു ഐസോട്ടോപ്പാണ് യുറാനിയത്തിൻ്റെ യുറാനിയം 238 എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ഐസോട്ടോപ്പാണ്. ഇത് രണ്ടും യുറാനിയത്തിൻ്റെ രണ്ട് ഇമ്പോർട്ടൻ്റ് ഐസോട്ടോപ്പാണ്. വേറൊരു ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി ലോ ഇമ്പോർട്ടൻസ് ഉള്ളൊരു യുറാനിയത്തിൻ്റെ ഐസോട്ടോപ്പാണ് 234. യുറാനിയത്തിൻ്റെ 234 ഐസോട്ടോപ്പ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മോസ്റ്റ് അബുണ്ടൻ്റ് ആയിട്ട് നേച്ചറിലുള്ളത് ഏതാണ്? ഫിഷൻ നടക്കാനായിട്ട് സഹായിക്കുന്നത് ഏതാണ്? ഫെർട്ടിലിറ്റി കൂടിയത് ഇതിനകത്ത് ഏത് യുറാനിയത്തിനാണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഈ ഏരിയയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ മറ്റൊരു ഒരു മെറ്റലാണ് പ്ലൂട്ടോണിയം. യുറാനിയം പ്ലൂട്ടോണിയം ഒക്കെയാണ് ന്യൂക്ലിയർ വെപ്പൺസിലും ന്യൂക്ലിയർ റിയാക്ടേഴ്സിലും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയർ വെപ്പൺസിലൊക്കെ പ്ലൂട്ടോണിയം 239 P239 എന്ന് പറയുന്നൊരു മെറ്റൽ ഉപയോഗിക്കാറുണ്ട്. P239 എന്നുള്ള മെറ്റലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് നാച്ചുറലി ഒക്കറിങ് അല്ല, ഇത് മെയ്ഡ് ചെയ്തെടുക്കുന്നതാണ്. വെപ്പൺസിന് വേണ്ടിയിട്ട് മെയ്ഡ് ചെയ്തെടുക്കുന്നതാണ്. അതുപോലെ വാർത്തയൊക്കെ വായിക്കുന്നവർക്കറിയാം, ഇറാൻ അതുപോലെ റഷ്യയൊക്കെ കുറേ സാങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റെസ്ട്രിക്ഷൻസ് US പോലുള്ള വൻകിട രാഷ്ട്രങ്ങൾ ചുമത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. യുറാനിയം എൻറിച്ച്മെന്റ് നടത്തുമ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിന് മാത്രമല്ല മറ്റു പല സമയത്തും സാങ്ഷൻ ചെയ്യും. പക്ഷേ ഈ അടുത്ത് ഇറാൻ യുറാനിയം സമ്പുഷ്ടീകരണം എന്ന് പറഞ്ഞാൽ യുറാനിയം എൻറിച്ച്മെന്റ് നടത്തും. അത് സത്യത്തിൽ ഇല്ലീഗലാണ്. ബിക്കോസ് യുറാനിയം എൻറിച്ച്മെന്റ് നടത്തുക എന്ന് പറയുന്നത് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ളതാണ് അതിൻ്റെ ധാരണയല്ല ശരി. 90% യുറാനിയം എൻറിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു തോതിലെത്തി. അപ്പം ഇറാൻ എന്ന് പറയുന്ന രാജ്യം യുറാനിയം എൻറിച്ച്മെന്റ് ചെയ്തപ്പോഴത്തേക്കും അവിടെ ഒരുപാട് യുറാനിയം ഫൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിനെ എൻറിച്ച് ചെയ്തപ്പോഴത്തേക്കും US പോലുള്ള രാഷ്ട്രങ്ങൾ എന്ത് ചെയ്തു? സാങ്ഷൻ ചെയ്തു, റെസ്ട്രിക്റ്റ് ചെയ്തു. കുറേ വ്യാപാര കരാറുകളൊക്കെ അവരുമായിട്ട് നിർത്തലാക്കി. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത്. അല്ലാതെ ഏത് രാജ്യമാണ് നമ്മുടെ യുറാനിയം എൻറിച്ച്മെന്റ് ഈയിടെയായിട്ട് നടത്തുന്നതെന്നൊന്നും സിവിൽ സർവീസിലെ പോലത്തെ കറക്റ്റായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് അല്ല ചോദിക്കുന്നത്. ആ ഏരിയ ആണ് ചോദിക്കുന്നത്. ആ ഏരിയയുടെ ശരിക്കുള്ള ഫാക്റ്റുകളാണ് ചോദിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെയാണ് കറണ്ട് അഫയേഴ്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തതും എക്സ്പ്ലനേഷൻ ആണ്. വിത്തൗട്ട് മോഡറേഷൻ too many fast neutrons would escape the fuel to be absorbed by non-fissile materials and the reaction could not be sustained. നമ്മൾ പറഞ്ഞു മോഡറേറ്റർ ഇല്ലെങ്കിൽ ഒരുപാട് ന്യൂട്രോൺസ് സ്കിപ്പ് ചെയ്തു പോകും. Moderator's role is to slow down fast neutrons to a specific lower kinetic energy because slow neutrons are significantly more likely to be absorbed by fissile nuclei like uranium-235, thus sustaining the nuclear chain reaction in most reactors. അപ്പം നോക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നിങ്ങളുടേതായിട്ടുള്ളൊരു അന്വേഷണാത്മകതയും ഒരു ത്വരയും നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് അതിനെ അനലൈസ് ചെയ്യുമ്പോഴും വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടേതായിട്ടുള്ള എഫർട്ട് ഇല്ലാണ്ട് പാസ്സാകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുമാണ്. എത്ര കോച്ചിങ് പ്രൊവൈഡ് ചെയ്താലും, എത്ര ഒരുപാട് നോളജ് അക്വയർ ചെയ്താലും, എത്ര ക്ലാസ് കേട്ടാലും അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടേതായൊരു അന്വേഷണാത്മകത എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ കാണിക്കണം, പഠിക്കുമ്പോഴും ഒക്കെയും. എന്നാൽ മാത്രമേ പരീക്ഷ പാസ്സാകാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു ടേക്ക്. പലർക്കും പല അഭിപ്രായമാണ്. when a teacher uses lecture method then എന്താണ് when a teacher uses lecture method then it provides, അടുത്ത ചോദ്യമാണ്, then it provides new information to the students. അപ്പോൾ ഏതൊക്കെയാണ് ശരി? it provides original research to the students which are generally not found in textbook. It can dramatize important concepts and share personal insights. It is less effective method for promoting thought and changing students' attitude. It deals with critical analysis and problem solving. എന്നുള്ളതാണ്. എത്ര ഓപ്ഷൻ ഉണ്ട്?
5 ഓപ്ഷൻ ഉണ്ട്. ലെക്ചർ മെത്തേഡ്, നമ്മൾ ഇത്രയും നാൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ലെക്ചർ മെത്തേഡാണ്. ഒരു ടീച്ചർ ക്ലാസ്സിൽ വരും, വാതോരാതെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും, കുറേ ചീത്ത നമ്മളെ വിളിക്കും, ഇറങ്ങിപ്പോകും. ഇതാണ് ലെക്ചർ മെത്തേഡ്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ടീച്ചർ മാത്രമാണ് സംസാരിക്കുന്നത്. സ്റ്റുഡൻസ് എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞാൽ ചീത്ത വിളിക്കും. അങ്ങനെയല്ല നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് സ്കൂൾ കാലഘട്ടത്തൊക്കെ. ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂ ഇൻഫർമേഷൻ ടു ദ സ്റ്റുഡൻസ്. ആണോ? പുതിയ ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റുഡൻസിൽ എത്തുമോ? ന്യൂ ഇൻഫർമേഷൻ എത്തും. ഇറ്റ് പ്രൊവൈഡ്സ് ഒറിജിനൽ റിസർച്ച് ടു ദ സ്റ്റുഡൻസ് വിച്ച് ആർ ജനറലി നോട്ട് ഫൗണ്ട് ഇൻ ടെക്സ്റ്റ് ബുക്ക്. നല്ല ടീച്ചർമാരാണ് പഠിപ്പിക്കുന്നതെങ്കിൽ, നല്ല മൂല്യങ്ങളുള്ള ടീച്ചർമാരാണ് പഠിപ്പിക്കുന്നതെങ്കിൽ, അനുഭവ സമ്പത്തുള്ള ടീച്ചർമാരാണ് പഠിപ്പിക്കുന്നതെങ്കിൽ, നല്ല അറിവുള്ള ടീച്ചർമാരാണ് പഠിപ്പിക്കുന്നതെങ്കിൽ, ഇനിയും അറിയണം എന്നുള്ള ത്വരയുള്ള ടീച്ചർമാരാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഇത് ശരിയാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ഒറിജിനൽ റിസർച്ച് ടു ദ സ്റ്റുഡൻസ്. അല്ലേ? ഒറിജിനൽ റിസർച്ച് ടു ദ സ്റ്റുഡൻസ് കുട്ടികളിലേക്ക് എത്തിക്കും. അവരുടേതായ കണ്ടെത്തലുകളും അവർ കണ്ടറിഞ്ഞതും അവർ കേട്ടറിഞ്ഞതും അവർ വായിച്ചറിഞ്ഞതും അവർക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും എടുത്തുകൊണ്ടായിരിക്കും അവരൊരു സബ്ജക്റ്റ്, ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുക. നമുക്ക് സ്കൂളിലൊക്കെ നമുക്കറിയാം ലെക്ചർ മെത്തേഡ്. കോളേജുകളിലൊക്കെ നല്ല അധ്യാപകരൊക്കെ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്, നല്ല അധ്യാപകർ. ഇറ്റ് ക്യാൻ ഡ്രാമറ്റൈസ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് ഷെയർ പേഴ്സണൽ ഇൻസൈറ്റ്സ്. അല്ലേ? ഡ്രാമറ്റൈസ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ്, നല്ല രീതിയിൽ കോൺസെപ്റ്റ്സ് ഡ്രാമാറ്റിക് ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പാകത്തിന് ഒരു കഥ പോലെ, ഒരു കവിത പോലെ വിശദീകരിച്ച് തരാനായിട്ട് ലെക്ചർ മെത്തേഡ് കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ആൻഡ് ഷെയർ പേഴ്സണൽ ഇൻസൈറ്റ്സ്, വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ചും അതിൻ്റെ കൂടെ പറഞ്ഞു തരാനായിട്ട് പറ്റുമെന്നാണ് ലെക്ചർ മെത്തേഡ് മൂന്നാമത്തെ ഇത് പറയുന്നത്. നാലാമത്തോ, ഇറ്റ് ഈസ് ലെസ് എഫക്റ്റീവ് മെത്തേഡ് ഫോർ പ്രൊമോട്ടിംഗ് തോട്ട് ആൻഡ് ചേഞ്ചിങ് സ്റ്റുഡൻസ് ആറ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. ലെസ് എഫക്റ്റീവ് ആണ് ഫോർ പ്രൊമോട്ടിംഗ് തോട്ട് ആൻഡ് ചേഞ്ചിങ് സ്റ്റുഡൻസ് ആറ്റിറ്റ്യൂഡ്. ശരിയാണോ? ഇറ്റ് ഡീൽസ് വിത്ത് ക്രിട്ടിക്കൽ അനാലിസിസ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഓപ്ഷൻ ഇ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. ABC, BCE, ABCE, ADE. ഇതാണ് ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പോസ് ചെയ്ത് വെച്ചിട്ട് ഓപ്ഷൻസ് വായിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞേ, നിങ്ങളുടെ ഗസ്സിങ് റൈറ്റ് ആക്കുക എന്നുള്ളതാണ് എക്സാമിന് രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങളുടെ ഗസ് വർക്ക്, നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ചിന്താഗതി, അത് ഗസ് വർക്ക് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല ഗസ് വർക്ക് ശരിയാക്കാൻ പറ്റുന്നത്. അല്ല, ഇൻ്റലിജൻറ്റ് ഗസ് എന്നൊക്കെ പറയുന്നത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തികൾക്കല്ല ശരിയാക്കാൻ പറ്റുന്നത്. അതാദ്യം മനസ്സിലാക്കുക. പ്രാക്ടീസിലൂടെയാണ് അതൊക്കെ സ്വായത്തമാകുന്നത്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യുന്നതിലൂടെയും ഒരുപാട് ക്വസ്റ്റിനെ ഫേസ് ചെയ്യുന്നതിലൂടെയും നമുക്ക് ആ ഗസ് വർക്ക്, നമുക്ക് ഗസ് കറക്റ്റ് ആവാനും തുടങ്ങും. ഇൻ്റലിജൻറ്റ് ഗസ്സിങ്ങിന് സാധിക്കും. ഒരു രീതിയിലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റാത്ത ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഇൻ്റലിജൻറ്റ് ഗസ്സിലൂടെ ചിലപ്പം ഉത്തരം എത്തിയെന്ന് എഴുതാൻ പറ്റുമെന്നൊക്കെ ഇരിക്കും. അപ്പോൾ ഇതിനകത്ത് ഏത് ഓപ്ഷനാ? നോക്കിക്കേ, ഇത്രയും ഓപ്ഷൻ പറഞ്ഞതിൽ ഇറ്റ് ഡീൽസ് വിത്ത് ക്രിട്ടിക്കൽ അനാലിസിസ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. നമ്മൾ പറഞ്ഞു ലെക്ചർ മെത്തേഡ് ടീച്ചർ ഇങ്ങനെ വന്ന് നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മളെപ്പറ്റി നമ്മളോട് വല്ലതും പറയാൻ പറ്റുമോ? നമ്മളോട് വല്ലതും പറയുമോ? നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത വിളിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൽ ലെക്ചർ മെത്തേഡിൽ ക്രിട്ടിക്കൽ അനാലിസിസ്. അപ്പോൾ ഒരു കുട്ടി അവിടെ ഇരുന്നിട്ട് ടീച്ചറെ അത് അങ്ങനെയാണോ, അത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ ചീത്ത വിളിക്കുമോ? ചീത്ത വിളിക്കും. അപ്പോൾ ക്രിട്ടിക്കൽ അനാലിസിസ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ലെക്ചർ മെത്തേഡിലുണ്ടോ? ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ പറ്റുമോ? അവിടെ ഇരുന്ന് ടീച്ചർ പറയുന്നത് എന്തോ അത് കേട്ടിരിക്കുക. ടീച്ചർ നല്ല ടീച്ചറാണെങ്കിൽ നല്ല മൂല്യങ്ങൾ കുട്ടികൾക്ക് കിട്ടും, നല്ല നല്ല അറിവുകൾ കിട്ടും. അതല്ലെങ്കിൽ നേരെ വിപരീതമായിരിക്കും. അവിടെ പ്രോബ്ലം സോൾവിങ് ഉണ്ടോ? ഇല്ല, ഒരു പ്രോബ്ലവും ഇല്ല, ഒന്നും സോൾവ് ചെയ്യാനും ഇല്ല. എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്തുകൊണ്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത് കുട്ടികളുടെ മുമ്പിലേക്ക്. അപ്പം ഈ ഓപ്ഷൻ ഈ വരില്ല എന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യം ഉത്തരം എഴുതാൻ പറ്റുമോ? ഈ ഉള്ള എല്ലാ ഓപ്ഷനും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ലേ? പിന്നെ നമുക്കറിയാം ആദ്യത്തെ ABC വരും എന്നുള്ളത് നമ്മൾ വായിച്ചപ്പോൾ തന്നെ മനസ്സിലായതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റിനെ ഫേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെ കുറേ കാര്യങ്ങളും ഈ ബാക്കി ക്വസ്റ്റ്യൻസും പറഞ്ഞു തുടങ്ങാം. താങ്ക്